ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ഫയലിനെ എങ്ങനെ എക്സലിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് കോമ സെപ്പറേറ്റഡ് ടെക്സ്റ്റ് ഫയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈഫൺ സെപ്പറേറ്റഡ് ടെക്സ്റ്റ് ഫയൽസ് ആയിരിക്കാം. ഇതിനെ എങ്ങനെയാണ് നമ്മൾ എക്സലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യും, ഡിലിമിറ്റഡ് ചൂസ് ചെയ്യും, നെക്സ്റ്റ് ബട്ടൺ. ഇത് കോമ സെപ്പറേറ്റഡ് ഫയലാണ്, സോ ഐ ചൂസ് കോമ. അല്ലെങ്കിൽ എനിക്ക് സ്പേസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതർ എന്തെങ്കിലും ഹാഷോ കാര്യങ്ങളോ എന്ത് വെച്ചിട്ടും എനിക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ ഇത് കോമ സെപ്പറേറ്റഡ് ഫയൽ, അതാണ് ഞാൻ കോമ ചൂസ് ചെയ്യും. നെക്സ്റ്റ് എനിക്കിതിൽ ഏതെങ്കിലും ഫീൽഡ് പ്രത്യേകിച്ച് ഏതെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റിലോട്ട് മാറ്റാം, ഡേറ്റ് ആണെങ്കിൽ ഡേറ്റിലോട്ട് മാറ്റാം. സോ ഇറ്റ്സ് അപ് ടു യു. അല്ലെങ്കിൽ ജനറലിൽ മൂവ് ചെയ്യും. സോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് കോളമിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സെല്ല് മുതൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാം ഡിസ്പ്ലേഡ് ആയി, എല്ലാം കോമ സെപ്പറേറ്റഡ് ഫയൽസ് ആയിട്ട് എക്സലിലോട്ട് മൂവ് ചെയ്യും. നെക്സ്റ്റ് ഇപ്പോൾ ഇതിൽ ഒരുപാട് ബാർകോഡ്, സെയിം ബാർകോഡ് ചിലപ്പം 2 ടൈംസ് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ 3 ടൈംസ് വരുന്നുണ്ടാവും. എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ബാർകോഡിൻ്റെ ഒരു ഐറ്റം നെയിമിൻ്റെ ടോട്ടൽ സമ്മാണ് കിട്ടേണ്ടത്, ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ ഞാനൊരു പിവേർട്ട് ചെയ്യും. പിവേർട്ട് ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് എല്ലാ സെൽസുമായിട്ട് എല്ലാ ബാർകോഡ്സിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ക്വാണ്ടിറ്റി കിട്ടും. സോ ഞാൻ ഇൻസേർട്ടിൽ പോയിട്ട് പിവേർട്ട് ടേബിൾ ചൂസ് ചെയ്യും. എന്നിട്ട് പുതിയൊരു പുതിയൊരു എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ചൂസ് ചെയ്തിട്ട് അതിൽ ഞാൻ ബാർകോഡ് ചൂസ് ചെയ്യും. സോ ബാർകോഡ് ചൂസ് ചെയ്യുന്ന എല്ലാ ബാർകോഡ്സും ലിസ്റ്റഡ് ആവും. അതിനുശേഷം നമ്മൾ നെയിം ചൂസ് ചെയ്യും. നെയിം ചൂസ് ചെയ്യുമ്പോൾ താഴോട്ടാണ് യൂഷ്വലി അതൊരു ടേബിൾ ഫോമാറ്റിലാണ് വരിക, നെക്സ്റ്റ് റോയിൽ. അപ്പോൾ നമ്മൾ ഡിസൈനിൽ പോയിട്ട് അതിനെ ടേബിളാർ ഫോം ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ അത് റോസ് ആയിട്ട് അലൈൻഡ് ആവും, സെയിം റോയിൽ അത് അലൈൻഡ് ആയിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. ക്വാണ്ടിറ്റി നമ്മൾ സെയിം ക്വാണ്ടിറ്റി കാണിക്കാതെ ക്വാണ്ടിറ്റി നമ്മൾ വാല്യൂസ് ആയിട്ട് കൊടുക്കും. സോ വാല്യൂസിൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ടോട്ടൽ ഇതിൻ്റെ സം എന്നുള്ളത് കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നിന്നെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ബാർകോഡ്സിൻ്റെയും ടോട്ടൽ ക്വാണ്ടിറ്റി, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇക്വേഷൻ അല്ലെങ്കിൽ പിവറ്റ് ടേബിളിൽ നിന്ന് ഒഴിവാക്കാൻ Ctrl+C Alt+ESV press OK. So it removes all the equations and everything from this table.